ശ്രീ ടി.ഐ. മധുസൂദനൻ. സർ, സംസ്ഥാനത്ത് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രൂപീകരിച്ച ജൈവ കാർഷിക മിഷൻ പ്രവർത്തനങ്ങളിൽ ഏതെല്ലാം വകുപ്പുകളുടെ പങ്കാളിത്തമാണ് ഉണ്ടാകുന്നത്? ഈ വകുപ്പുകളുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഏകോപനം സാധ്യമാകുമോ? ജൈവ കാർഷിക കൃഷിരീതിയോടൊപ്പം നാച്ചുറൽ ഫാമിംഗ് രീതി കൂടി പ്രോത്സാഹിപ്പിക്കുവാൻ നടപടികൾ കൈക്കൊള്ളുന്നു? സർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് ഏറ്റവും പ്രസക്തമായൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് നിരവധിയായ രീതികൾ ഈ കാര്യങ്ങളിൽ അവലംബിക്കുന്നുണ്ട്. ജൈവ കാർഷിക രീതിയോടൊപ്പം തന്നെ നാച്ചുറൽ ഫാമിംഗ് എന്നുള്ളതും വളരെ പ്രാധാന്യത്തോടു കൂടി രാജ്യത്ത് പലയിടങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷി രീതിയാണ്. ജൈവ കാർഷിക രീതിയോടൊപ്പം തന്നെ നാച്ചുറൽ ഫാമിംഗ് രീതി കൂടി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഇതിൻ്റെ ഭാഗമായി കൈക്കൊള്ളും. ജൈവ കാർഷിക മിഷൻ, കൃഷി വകുപ്പ്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അനുബന്ധ വകുപ്പുകളാണ് മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മത്സ്യബന്ധന വകുപ്പുകൾ. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സഹകരണ വകുപ്പ്, വ്യവസായ വകുപ്പ് തുടങ്ങിയ വകുപ്പുകളുമായി ഏകോപിപ്പിച്ച് ഈ പരിപാടികൾ നടപ്പിലാക്കുന്നതിനാണ് ലക്ഷ്യം വെക്കുന്നത്. ഇക്കാര്യങ്ങൾ ആലോചിക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുമായി പ്രത്യേക യോഗങ്ങൾ ചേരുന്നതായിരിക്കും. ഈ വകുപ്പുകളുടെ സമാന സ്വഭാവമുള്ള പദ്ധതികളുമായി ഏകോപനം ഉറപ്പാക്കിയായിരിക്കും പദ്ധതി നടപ്പാക്കുന്നത്. ജൈവ കാർഷിക രീതിയും നാച്ചുറൽ ഫാമിംഗ് രീതിയും പ്രോത്സാഹിപ്പിക്കേണ്ടത് കേരളീയ ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്നതിനാൽ ഇവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഈ മിഷൻ്റെ ഭാഗമായി ഉണ്ടാവുക തന്നെ ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ജൈവ കാർഷിക മിഷനും പോഷക സമൃദ്ധി മിഷനും ഏകോപിപ്പിച്ച് നടപ്പാക്കുവാൻ നടപടി സ്വീകരിക്കുന്നുണ്ടോ? സർ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം രൂപീകരിച്ച 2 മിഷനുകളാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഈ ജൈവ കാർഷിക മിഷനും പോഷക സമൃദ്ധി മിഷനും. അത് ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമോ എന്നതാണ് അതും വളരെ ഗൗരവതരമായൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ 2 മിഷനുകളുടെയും പ്രവർത്തനം ഏകോപിപ്പിച്ച് നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യ സംരക്ഷണത്തിൽ ഭക്ഷണത്തിന് പ്രഥമമായ സ്ഥാനമുണ്ട്. സുരക്ഷിതമായ ഭക്ഷണം പലപ്പോഴും ലഭ്യമാകാത്ത ഒരവസ്ഥയും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പല പഠനങ്ങളും വ്യക്തമാക്കുന്നത് മലയാളി ശരീരത്തിന് ശരിയായ പോഷണം ലഭ്യമാകുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നില്ല എന്നാണ്. ICMRൻ്റെ ശുപാർശ ഈ സഭയിൽ തന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയുടെ ഉപയോഗം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറഞ്ഞിരിക്കുന്ന ശുപാർശയ്ക്കൊപ്പം എത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോഷക സമൃദ്ധി മിഷൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ഈ മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ആരോഗ്യകരമായ ജീവിതത്തിന് വിഷരഹിതവും പോഷക സമൃദ്ധവുമായ ആഹാരം അത്യന്താപേക്ഷിതമാണ് എന്ന കണക്കിലെടുത്തുകൊണ്ട് ഈ 2 മിഷനുകളുടെയും പ്രവർത്തനം ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നതായിരിക്കും.